സംസ്ഥാനത്ത് സ്വർണത്തിന്റെ സംശുദ്ധിയും 916 ഹോൾമാർക്കിംഗും പരിശോധിക്കുന്നതിൽ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയും നിഷ്ക്രിയത്വവുമെന്ന് കണ്ടെത്തൽ. ദിനംപ്രതി കോടികളുടെ സ്വർണ്ണ വ്യാപാരം നടക്കുന്ന കേരളത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കാനോ തട്ടിപ്പുകൾ തടയാനോ ഉള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ പൂർണ്ണമായും നോക്കുകുത്തിയായി തുടരുകയാണ് ഇപ്പോഴും. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും സ്വർണ്ണ പരിശുദ്ധി പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി വകുപ്പിന് കീഴിൽ എറണാകുളത്ത് മാത്രമാണ് സംവിധാനമുള്ളത്. കാക്കനാട് പ്രവർത്തിക്കുന്ന സെൻട്രൽ ലാബ് ഡെപ്യൂട്ടി കൺട്രോളറുടെ കീഴിലുള്ള ഗോൾഡ് അസയിങ് ആൻഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയാണ് സംസ്ഥാനത്തെ ഏക ഔദ്യോഗിക പരിശോധനാ കേന്ദ്രം. ബാക്കി 13 ജില്ലകളിലും പരിശോധനാ സൗകര്യങ്ങളൊന്നുമില്ല. 2021 ഏപ്രിൽ 1 മുതൽ 2026 ജൂൺ 30 വരെയുള്ള 5.5 വർഷ കാലയളവിൽ ഫീൽഡ് തലത്തിലോ ജില്ലാ ഓഫീസുകൾ വഴിയോ സ്വർണ്ണ പരിശുദ്ധി സംബന്ധിച്ച് യാതൊരു മിന്നൽ പരിശോധനകളും നടത്തിയിട്ടില്ല. തന്മൂലം തട്ടിപ്പുകൾക്കോ ക്രമക്കേടുകൾക്കോ എതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു. പരിശോധനകളോ കേസുകളോ നടക്കാത്തതിനാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ പിഴ ഇനത്തിൽ സർക്കാരിലേക്ക് 1 രൂപ പോലും ഈടാക്കിയിട്ടില്ല. വകുപ്പ് തലത്തിൽ പരിശോധനകൾ നടത്താത്തതിനാൽ ഗുണനിലവാരമില്ലാത്ത സ്വർണം വിറ്റ ജ്വല്ലറികളെക്കുറിച്ചോ അവയ്ക്കെതിരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുവരുന്ന സാഹചര്യത്തിൽ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ഈ നിഷ്ക്രിയത്വം ഉപഭോക്താക്കളെ കടുത്ത വഞ്ചനയിലേക്കാണ് തള്ളിവിടുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സാധാരണക്കാരായ ഉപഭോക്താക്കൾ വാങ്ങുന്ന സ്വർണത്തിന്റെ ഗുണം നിലവാരം ഉറപ്പാക്കാൻ 14 ജില്ലകളിലുള്ളവരും എറണാകുളത്തെ ഒരൊറ്റ ലാബിനെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നത് പ്രായോഗികമല്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാ ജില്ലകളിലും അടിയന്തരമായി സ്വർണ്ണശുദ്ധി പരിശോധനാ ലാബുകൾ സ്ഥാപിക്കണമെന്നും ഫീൽഡ് തല പരിശോധനകൾ ശക്തമാക്കണമെന്നുമുള്ള ആവശ്യം ഉയരുകയാണ്. ജനം, കൊച്ചി.